ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് കണ്ടപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ട് വീട്ടിലൊന്ന് മന്തി ട്രൈ ചെയ്താണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കത് അത്ര വലിയ പിടുത്തമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു മന്തി കിറ്റ്, ബിരിയാണി കിറ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. 1 കിലോ അരി ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയാണോ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പുറത്തുനിന്നൊന്നും നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇതിൽ 1 കിലോ അരിയാണ് ഉണ്ടായിരുന്നത്, സെല്ല റൈസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ മാഗി ക്യൂബ്സ് ഉണ്ടായിരുന്നു, സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു, എന്താ പറയുന്നത്, അതിൽ ചാർക്കോൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒന്നും പുറത്തുനിന്ന് അതുകൊണ്ട് കൂടുതലായിട്ട് എടുക്കേണ്ടി വന്നില്ല. ഇത്ര സാധനങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ മന്തിയുടെ ഒരു മസാല ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു ക്യാപ്സിക്കം വേണം, ഒരു സവോള, ഒരു വലിയ ക്യാപ്സിക്കവും വലിയൊരു സവോളയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്, അതിനകത്തേക്ക് കൊത്തമല്ലി, കറുവപ്പട്ട, നല്ല ജീരകം, വെളുത്തുള്ളി, മാഗി ക്യൂബ്സ്, ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ അരയ്ക്കാം. അതല്ല നമ്മൾ ഗ്രേവിയുടെ വെള്ളം റെഡിയാക്കുന്ന സമയത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഇടാം. ഞാൻ പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് അരച്ചു. നാരങ്ങ മാത്രം അരച്ചില്ല കേട്ടോ, നാരങ്ങ മാത്രം മാറ്റി വെച്ചു. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലൊന്ന് ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കേണ്ട, ഒരു ചെറിയൊരു തരിയോടുകൂടി അരച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ അരച്ചെടുത്ത് നമ്മൾ ഇവിടെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 കിലോ ചിക്കനായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. 1 കിലോ അരിക്ക് 1.5 കിലോ ചിക്കൻ. അപ്പോൾ അത് 8 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അരപ്പിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട്, മുളക് പൊടി നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. പിന്നെ അതിലേക്ക് ആ സൺഫ്ലവർ ഓയിൽ, അതിലുള്ള ആ പാക്കറ്റിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തു. അതൊരു വലിയൊരു തവിക്ക് മുഴുവനായിട്ടും എടുത്തു. അത് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 3/4 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിന് ശേഷമാണ് അത് നമ്മളിത് ഇങ്ങനെ വേവിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് നല്ലൊരു തിള വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു അരമണിക്കൂറിന് മുകളിൽ ഞാനിത് വേവിച്ചെടുത്തു. അപ്പോൾ വെന്ത് കഴിയുമ്പോഴേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം ഇതൊന്നും കൂടെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ആ ഒരു ഗ്രേവിയാണ് കേട്ടോ ഇതൊരു 1.5 ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റൈസൊക്കെ എടുക്കാൻ പാകത്തിനുള്ള വേറൊരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആ റൈസ് എന്ന് പറയുന്നത് അത് 4 ഗ്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു ഗ്രേവി 1.5 ഗ്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പിന്നെ 5.5 ഗ്ലാസ് വെള്ളവും കൂടിയാണ് ഒഴിച്ചത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി വേണമായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ അരി ഇട്ടു. അരി നമ്മൾ നേരത്തെ തന്നെ കഴുകി 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ഒരു പകുതി നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുത്തു, പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ചിക്കനെ ഷാലോ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ഫുഡ് കളർ ഉണ്ടായിരുന്നു കേട്ടോ, റെഡ് കളറ്. അപ്പോൾ അത് ഞാനൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു. നമ്മളങ്ങനെ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പം ഫസ്റ്റ് ടൈമാണത് ഒന്ന് ഉപയോഗിച്ചത്. പിന്നെ കുറച്ചൊരു കളറൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് തേച്ച് കൊടുത്താണ്. കുറച്ചേ ഉള്ളൂ ഉപയോഗിച്ചുള്ളൂ കേട്ടോ. പക്ഷേ അത് അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ ആ ചിക്കന് നല്ലൊരു കളറ് വന്നു. നമുക്ക് വേണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇടയ്ക്ക് ചോറ് നോക്കണം. ഞാൻ നല്ല തീയിൽ തന്നെയാണ് കേട്ടോ ചോറ് വേവിച്ചത്. പിന്നെ ഇപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്തു, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് തീ സിമ്മിലിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ചിക്കനെല്ലാം പെറുക്കി അതിലെല്ലാം വെച്ചു. പിന്നെ ഒരു ഇച്ചിരി സ്പേസ് കൊടുക്കണം. നടുക്ക് നമുക്ക് സ്മോക്ക് കൊടുക്കാനുള്ള ആ ഒരു പാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആദ്യം തന്നെ നമ്മൾ വെച്ചേക്കണം. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ തീ സിമ്മിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്മോക്ക് കൊടുക്കുന്ന സമയത്ത് ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചിട്ട് അതിലേക്ക് ബട്ടറും ഓയിലുമാണ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സ്മോക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റോളം സിമ്മിലിട്ട് നന്നായിട്ട് ആ ഒരു പുക വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അതിന് ശേഷം നിർത്തിയിട്ട് എടുത്തപ്പോൾ തുറന്നപ്പോൾ തന്നെ കറക്റ്റ് ഒരു മന്തിയുടെ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കനെല്ലാം മാറ്റിയിട്ട് ആ റൈസ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ റൈസ് നന്നായിട്ട് ഇളക്കിയെടുത്തുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റ് പാകമായിരുന്നു അത്.
അങ്ങനെ നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ടൊമാറ്റോ ചട്നിയും മയോണൈസും നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മയോണൈസ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് മയോണൈസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പം നമ്മളങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.